അങ്ങനെ ഫൈനലി നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച സന്തോഷത്തിലാട്ടോ ഇന്ന് ഞാൻ ഈ ഓസക്കോട്ടയിൽ വന്നിട്ട് ഈ അൺഡെവലപ്ഡ് ആയ ഏരിയയിൽ നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചൊരു ഹാപ്പിനെസ് എന്തായാലും ഫേസിൽ കാണാനുണ്ട്. പി ജിയിൽ ഫുഡ് കഴിച്ച് നാക്കിൻ്റെ ടേസ്റ്റ് പോയപ്പോൾ ഉണ്ടല്ലോ ഒന്ന് നല്ല അടിപൊളി ഫുഡ് തട്ടാൻ നടത്തിട്ട് ഇറങ്ങിയത്. ആലപ്പുഴയിലൊരു ചേട്ടനാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. കഫേ ഇഫ്താർ എന്നങ്ങാണ് റെസ്റ്റോറൻറ്റ് പേര്. വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഡ്രാഗൺ ചിക്കൻ, മഞ്ചൂരിയൻ ചിക്കൻ അങ്ങനെ സ്റ്റാർട്ടേഴ്സ് കഴിച്ചു. പിന്നെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടത്. പക്ഷേങ്കിൽ ആ ബിരിയാണിൻ്റെ സ്മെല്ലുണ്ടല്ലോ, കറങ്ങി തിരിഞ്ഞ് ചൂസ് ചെയ്തത് ബിരിയാണി തന്നെയായിരുന്നു. ബനാന ലീഫിലും കൂടിയായിരുന്നു അവർ സെർവ് ചെയ്യുന്നത്. പപ്പടം, അച്ചാർ, നല്ല വിനെഗറൊക്കെ ഇട്ട് ഉണ്ടാക്കിയ ആ തേങ്ങയുടെ ചട്നിയും പിന്നെ അതുപോലെ തന്നെ സാലഡും പപ്പടവും എല്ലാം കൂടി കൂട്ടി കഴിക്കാൻ വേണ്ടി നല്ല വെന്തൊടഞ്ഞ ചിക്കനായിരുന്നു. നമ്മുടെ മലബാർ സൈഡിൽ ബിരിയാണി കിട്ടത്തില്ല കല്യാണ വീട്ടിലൊക്കെ, ആ ഒരു ടേസ്റ്റ് ആയിട്ടോ എനിക്കെന്തോ വല്ലാണ്ട് മനസ്സങ്ങ് നിറഞ്ഞു. കാരണം ഞങ്ങൾ ഭോപ്പാലിലും ഇത്രക്ക് അങ്ങോട്ട് കേരള ടച്ച് കിട്ടുന്ന ബിരിയാണി എവിടെയും കിട്ടാറില്ല, എത്ര ട്രൈ ചെയ്താലും. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഇതാ ആ പ്ലേറ്റ് കാണുന്ന അത്രയും ഫുഡ് ബാലൻസ് ആയിരുന്നു. ഞാൻ പിന്നെ പാക്ക് ചെയ്തെടുക്കുക ചെയ്തായിരുന്നേ. പിന്നെ അവിടെ 1-2 ഫ്ലേവർ മൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാംഗോയുടെ മൂസ് ട്രൈ ചെയ്തു. ഒരു ചെറുത് വാങ്ങിച്ച് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുക ചെയ്തത്. ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ ടേസ്റ്റി ആയിട്ട് തോന്നും, ഒരുപാടൊന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു മിൻറ്റ് ലൈം സോഡയും കൂടെ. നമുക്കൊരു തോന്നലുണ്ടല്ലോ എത്ര വയറ് നിറച്ച് കഴിച്ചാലും ദഹനത്തിന് സോഡ കഴിച്ചാൽ അടിപൊളിയാന്നുള്ള കാര്യം, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെ. അങ്ങനെ അതും കുടിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ അടുത്തുള്ള ഡ്രീം മാർട്ട് പോയി. ചെറിയൊരു ഷോപ്പിംഗ് എനിക്കും ഉണ്ടായിരുന്നു, കൂടുതൽ ആൾക്കാർക്കും ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ലല്ലോ, എല്ലാ ഏരിയയിൽ പോയാലും എന്തെങ്കിലുമൊക്കെ എനിക്കുള്ളവിടെ കിട്ടും. പിന്നെ അവിടെ ചെന്നപ്പോൾ എല്ലാവരും അങ്ങോട്ട് പല വൈക്കും സ്പ്ലിറ്റായി. ഞാൻ ചെന്ന് പെട്ടത് എൻ്റെ ഒരു ഏരിയയിലോട്ട്. കിച്ചൺ സാധനങ്ങൾ, ഇതുപോലത്തെ ക്യൂട്ട് പാത്രങ്ങളും സൂപ്പ് ബൗളും ഒക്കെ കണ്ടിട്ട് എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ലഗേജ് ഒത്തിരി ഇനിയും കൂട്ടേണ്ട, അതെല്ലാം പെറുക്കിക്കൊണ്ട് ഞാൻ തന്നെ ഭോപ്പാലിൽ പോകേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് എല്ലാ ഏരിയയിൽ നിന്നും സേഫാക്കി എന്നെ ഞാൻ അടിപൊളിയായിട്ട് അവിടെ നിന്ന് സ്മൂത്താക്കി തള്ളിവിട്ടു. അങ്ങനെ ചെന്ന് താഴത്തെ ഫ്ലോറിലോട്ട് ചെന്നപ്പം എല്ലാവരും കൂടെ അവിടെ നല്ലൊരു സീനായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇത്രയും വലിയ ഹൈപ്പർ മാർക്കറ്റിനകത്ത് അവിടെ വെച്ചിരിക്കുന്ന ഒരു സാധനം തിരഞ്ഞെടുക്കാതെ അവിടെ ജസ്റ്റ് ഹോൾസെയിലായിട്ട് വന്നിട്ടേ ഉള്ളൂ അവരതിന് വില പോലും ഇടാത്ത കീ ചെയിൻ ബോക്സ് പൊട്ടിച്ച് തിരഞ്ഞ് പർച്ചേസ് ചെയ്യലായി എല്ലാവരും കൂടെ കൂടിയിട്ട്. അങ്ങനെ പെറുക്കികൾ ഷോപ്പ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി അവസാനം ബില്ലിംഗ് സെക്ഷനിലോട്ട് പോയപ്പോൾ എൻ്റെ കയ്യിലുള്ള മസ്കാര തീർന്നായിരുന്നു. ഞാൻ ഈ മേബിലിൻ്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഓഫറിന് കണ്ടപ്പോൾ ഞാൻ അതും കൂടി പൊക്കി. അങ്ങനെ ഒരു 1000 രൂപയും കൂടി അക്കൗണ്ടിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ടുണ്ട്. എനിവേ നമുക്ക് ഹാപ്പിനെസ് ആണല്ലോ മുഖ്യം. അപ്പോൾ ഇത്രയും ടാറ്റ ബൈ ബൈ.